കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു യുവാവ് ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് ജീവൻ രക്ഷപ്പെടുമോ എന്ന ആശങ്കയിൽ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചു. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിശ്രമവും ദൈവത്തിന്റെ കരുണയും കൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു. ആദ്യ ദിവസങ്ങളിൽ അവൻ എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നന്ദി മാഞ്ഞു. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോൾ ദൈവത്തെ മറക്കുകയും പ്രാർത്ഥന ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു ദിവസം അവന്റെ അമ്മ ശാന്തമായി ചോദിച്ചു, മകനെ, അപകട സമയത്ത് നിന്നെ താങ്ങിയ ദൈവത്തെ ഇപ്പോൾ നീ ഓർക്കുന്നുണ്ടോ? ആ ചോദ്യം അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അന്ന് തന്നെ അവൻ ദേവാലയത്തിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, അനുഗ്രഹം ലഭിച്ചപ്പോൾ ഞാൻ അങ്ങയെ മറന്നു. ഇനി മുതൽ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, അങ്ങേക്കും നന്ദി പറയുന്ന ജീവിതം ഞാൻ നയിക്കും. ഇതിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: യേശു 10 കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു. എന്നാൽ ഒരാൾ മാത്രം തിരികെ വന്ന് യേശുവിന്റെ പാദങ്ങളിൽ വീണ് നന്ദി പറഞ്ഞു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. രോഗം വരുമ്പോൾ നാം ദൈവത്തെ തേടുന്നു. രോഗം മാറിയാൽ പലരും ദൈവത്തെ മറക്കുന്നു. പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിജയം ലഭിച്ചാൽ നന്ദി പറയുവാൻ മറക്കുന്നു. ജോലി ലഭിക്കുവാനും കുടുംബ പ്രശ്നങ്ങൾ മാറാനും നാം ജപിക്കുന്നു. അനുഗ്രഹം ലഭിച്ച ശേഷം ദൈവസന്നിധിയിലേക്കുള്ള യാത്ര പലപ്പോഴും മങ്ങിപ്പോകുന്നു. യേശുവിന് വേണ്ടത് അത്ഭുതങ്ങൾ മാത്രം സ്വീകരിക്കുന്ന ആളുകളെയല്ല, നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ അടുക്കൽ മടങ്ങി വരുന്ന മക്കളെയാണ്. നാം ഓരോ ദിവസവും ചിന്തിക്കേണ്ട ഒരു ചോദ്യം: ദൈവത്തോട് ഞാൻ ആവശ്യങ്ങൾ മാത്രമോ പറയുന്നത്, അതോ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിക്കുന്നുണ്ടോ? നന്ദിയുള്ള ഹൃദയം ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ നമ്മെ സഹായിക്കുന്നു. അനുഗ്രഹങ്ങൾ എണ്ണുന്നവനേക്കാൾ അനുഗ്രഹ ദാതാവിനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അനന്തമായ നന്മകൾക്ക് നന്ദി. ആവശ്യങ്ങൾക്കായി മാത്രം അങ്ങയെ സമീപിക്കുന്നവരല്ല, അനുഗ്രഹങ്ങൾ ലഭിച്ച ശേഷവും നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന മക്കളാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഹൃദയവും ഉറച്ച വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ